സ്വർണ്ണക്കൊള്ളയിലേക്കോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി സ്മൃതിയുടെ വാദം കേട്ടിട്ട്. ഈ സ്വർണ്ണക്കൊള്ളയിലേക്ക് അത് ചർച്ച ചെയ്യേണ്ടതാണ്, സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യണം. പക്ഷേ സ്വർണ്ണക്കൊള്ളയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയമെന്ന് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അതത് രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കാം. പക്ഷേ എന്താണ് ജനങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ ആഗ്രഹം അങ്ങേക്കറിയാമോ? അപ്പൊ രാഷ്ട്രീയ പാർട്ടി ഇതാണോ അംഗീകരിക്കുന്നത്? അല്ല, വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ടാണ് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിച്ചിട്ടുള്ളത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നാണല്ലോ സ്മൃതി പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഹിന്ദുക്കൾ കൂടുതലുള്ള ഇടങ്ങളിലായിരിക്കുമല്ലോ അത് പ്രതിഫലിച്ചിട്ടുണ്ടാവേണ്ടത്. അങ്ങ് ഈ പറയുന്ന ശബരിമലയിലെ ഒരു മണ്ഡലം ചൂണ്ടിക്കാണിച്ചായിരിക്കും കണക്കുകളിലേക്ക് പോകണ്ടെന്ന് CPM-ന്റെ വിലയിരുത്തലാണ് ഞാൻ പറഞ്ഞത്. CPM-ന്റെ വിലയിരുത്തൽ ഞാൻ വായിച്ചതാണ്. അങ്ങേക്ക് മനസ്സിലാക്കുക, CPM-ന്റെ വിലയിരുത്തൽ ഞാൻ വായിച്ചു. അങ്ങനെ ഓരോന്നെടുത്ത് എന്നോട് പറയണ്ട. എനിക്കത് പറയേണ്ടതുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്നാണല്ലോ സ്മൃതിയുടെ വാദം. എന്റെ വാദമല്ല, CPM പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ അങ്ങ് വിഴുങ്ങുന്നത്? ഞാൻ പറഞ്ഞു മുഴുവൻ വിഴുങ്ങുന്നത് എന്താണ്? ശബരിമല CPM വിലയിരുത്തി എന്നാണ് ഞാൻ പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണം തിരിച്ചടിയായ CPM നടത്തി. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ശബരിമലയിൽ വിവാദം കോൺഗ്രസിനെ സഹായിച്ചോ ഇല്ലയോ? CPM-ന്റെ തിരിച്ചടി തോന്നുന്നേ. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് ഗുണം ചെയ്തോ? ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം ചെയ്തോ? എനിക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ബാലിശമായ ചോദ്യങ്ങൾ ഞാൻ എന്റെ ഉത്തരം പറഞ്ഞു. പറയാൻ നിൽക്കുന്നില്ല. ഞാൻ എന്റെ അഭിപ്രായം പറയാൻ ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. എത്ര പറഞ്ഞാലും എൻ വാസുവും പത്മകുമാറും CPM-ന്റെ ബാധ്യതയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പ്രതിഫലിച്ചു എന്ന വിലയിരുത്തൽ CPM നടത്തി എന്ന വാർത്തയാണ് ഞാനിവിടെ കൂട്ടിയത്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെങ്കിൽ അതിന് ഇമ്പാക്ട് കാണേണ്ട ജില്ലകൾ: ഒന്ന് തിരുവനന്തപുരം, അവിടെ പ്രതിഫലിച്ചോ? കൊല്ലം പ്രതിഫലിച്ചോ? പാലക്കാട് പ്രതിഫലിച്ചോ? ആലപ്പുഴ പ്രതിഫലിച്ചോ? ഇനി പ്രതിഫലിച്ചത് എവിടെയാ? ഹിന്ദുക്കൾ വളരെ കുറവുള്ള, ഒരുപക്ഷെ മുസ്ലിം ലീഗിൽ ഏറ്റവും ഡൊമിനേറ്റ് ചെയ്തിരിക്കുന്ന മലപ്പുറത്ത്. അതെങ്ങനെ സാധ്യമാവുക? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം മലപ്പുറത്താണോ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുക? മലപ്പുറത്ത് മാത്രമാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF? പാലക്കാട് എന്തുകൊണ്ടാണ് UDF എഡ്ജ് കിട്ടാതെ പോയത്? ആലപ്പുഴയിൽ എന്തുകൊണ്ടാണ് എഡ്ജ് കിട്ടാതെ പോയത്? കൊല്ലത്ത് എന്തുകൊണ്ടാണ് എഡ്ജ് കിട്ടാതെ പോയത്? ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഈ സ്വന്തം മണ്ഡലത്തിൽ എന്താണ് കിട്ടാതെ പോയത്? വിഷമിക്കുന്നത് കോൺഗ്രസ് ഉയർത്തണം, അത് ജനങ്ങൾക്കറിയണം. അതാ ഞാൻ പറയാൻ പോകുന്നത്. ഒരു പോയിന്റിനോടുള്ള എന്റെ വിയോജിപ്പാണ്. കണക്ക് വെച്ച് ഞാൻ പറഞ്ഞത് എല്ലാ തവണയും കണക്കും കൊണ്ടുവരും. പക്ഷെ ആ കണക്കുകളൊക്കെ തെരഞ്ഞെടുപ്പ് ശേഷം കണക്കുകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. അങ്ങ് സാങ്കേതികത്തിൽ ഊന്നുന്ന ആളാണ്. സാങ്കേതികത്വമല്ല, ഫാക്ടിനെ നിങ്ങൾ സാങ്കേതികത്വം എന്ന് വിളിച്ചാൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞതുമല്ല. അങ്ങ് CPM വിലയിരുത്തലിനെ കുറിച്ച് അങ്ങ് എന്താണ് ഇപ്പോൾ മൗനം പാലിക്കുന്നത്? CPM വിലയിരുത്തലല്ല, പകരം ആരുടെ വിലയിരുത്തലാണ്? കനകോലുവിന്റെ വിലയിരുത്തലാണ്. ശരി, അങ്ങ് കനകോലുവാണ് അങ്ങേക്ക് വിശ്വസ്തനായ ആള്. പൈസ കൊടുത്ത് തിരഞ്ഞെടുപ്പിനെ പഠിക്കാൻ വേണ്ടിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ആള്, അയാളുടെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. കനകോലുവിന്റെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. എന്തിനെങ്കിലും ആവശ്യം കൊള്ളുന്ന അവർക്കില്ലാത്ത ആവശ്യം അങ്ങേക്ക് എന്തിനാണ്? എനിക്ക് ആവശ്യമല്ല, പരിശ്രമമാണ്. അതിനാണ് ഞാൻ കൂടുതൽ എഫേർട്ട് എടുക്കണ്ട. അവർ തീരുമാനിച്ചോളൂ കനകോലിന്റെ റിപ്പോർട്ട് എത്രത്തോളം എടുക്കണം, എത്രത്തോളം വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. ഇനി പറയട്ടെ, കനകോലുവിന്റെ റിപ്പോർട്ടിൽ ശബരിമല എഫക്ട് ചെയ്തിട്ടില്ല. പകരം കാരണം ഈ ജില്ലകളിൽ അത് ഏശിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. നമ്പർ 1. നമ്പർ 2, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിഫലിക്കേണ്ട ജില്ലകളിൽ പ്രതിഫലിച്ചിട്ടില്ല. അത് ഫാക്റ്റാണ്. ഈ രണ്ടും ഫാക്ട്സ് ആണ് എന്നാണ് എന്റെ വിശ്വാസം. നിങ്ങൾക്ക് സ്വീകാര്യമാകുന്ന നല്ല കാര്യം. എങ്കിലും ഇത് പറയൂ, തിരിച്ചു പറയൂ. എനിക്ക് തിരിച്ചു പറയേണ്ട കാര്യമില്ല. ആത്യന്തികമായ കരുതുന്നില്ല. എന്താണെന്നറിയില്ല, CPM നേതാക്കൾ എന്ന് പറയും ചില സമയത്ത് അത് കനകോലു ക്യാപ്സൂൾ ആകും, ചില സമയത്ത് സ്വീകാര്യമായ. ഞാൻ കനകോലുവിന്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് സംസാരിക്കുമ്പോൾ അത് കനകോലുവിന്റെ റിപ്പോർട്ടാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റും. കനകോലു റിപ്പോർട്ട് എന്റെ വിഷയമല്ലെന്ന്. ശരി. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം പറയാം. ഇത് എന്തുകൊണ്ടാണ് എന്റെ ചോദ്യോത്തരമാക്കേണ്ട കാര്യമില്ല. എനിക്ക് വിയോജിക്കണമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ഇനി അടുത്ത അല്ല, ഇനി ആയിക്കോട്ടെ, നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ, ഫാക്ച്വലായിട്ട് തർക്കിക്കാം. ഇനി പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് കേട്ടിട്ടുണ്ടല്ലോ.
പരിപൂർണം കമ്മീഷൻ റിപ്പോർട്ട് 2007 വരുന്നത്. 2007 പരിപൂർണം കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ ദേവസ്വം ബോർഡിലുണ്ടായിരുന്ന പ്രതിനിധിയിൽ ഒന്ന് ജി രാമൻ നായരാ, മറ്റൊന്ന് എം ബി ശ്രീകുമാറാ, മറ്റൊന്ന് പുനലൂർ മധുവ. 3 പേരും കോൺഗ്രസ്സുകാരാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും സ്മൃതിക്കുണ്ടാവില്ലല്ലോ. അന്ന് ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എവിടെയായിരുന്നു? ശബരിമലയിൽ നടക്കുന്നത് മുഴുവൻ അഴിമതിയാണെന്നും ആ അഴിമതി എവിടെയൊക്കെ നടക്കുന്നത്, നിയമനത്തിൻ്റെ കാര്യത്തിൽ അഴിമതിയുണ്ടെന്നും ഫണ്ട് മാറ്റി ചെലവാക്കുന്ന കാര്യത്തിൽ അഴിമതിയുണ്ടെന്നും ശാന്തി നിയമനത്തിൻ്റെയും സ്ഥലം മാറ്റത്തിൻ്റെയും ശർക്കരയും തേങ്ങയും കൊടുക്കുന്ന കാര്യത്തിൽ അഴിമതിയുണ്ടെന്നും കണ്ടെത്തിയ കമ്മീഷനാണ് പരിപൂർണം കമ്മീഷൻ. ആ പരിപൂർണം കമ്മീഷൻ വിധി പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുന്നത് 2007. അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ദേവസ്വം ബോർഡ് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ. അപ്പോൾ അന്ന് ശബരിമലയിൽ മുച്ചൂടും അഴിമതിയാണ് എന്ന് കണ്ടെത്തിയ പരിപൂർണ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് എന്താ നാവുണ്ടായിരുന്നില്ലേ? രാഹുൽ ഗാന്ധിക്ക് എന്താ അയ്യപ്പനെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നില്ലേ? രാഹുൽ ഗാന്ധിക്ക് സ്വർണത്തിൻ്റെ കാര്യം വരുമ്പോൾ പെട്ടെന്നൊരു ഓർമ്മ വരുന്നതിൻ്റെ കാര്യം എന്താ? അത് യാദൃച്ഛികമല്ല. അതാണെന്ന് ബൃന്ദാക്കാരായിട്ട് പറഞ്ഞത്. എനിക്ക് 3 കാര്യങ്ങളെ പറയാനുള്ളൂ. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അത്യന്തം അപകടകരമായ ഒരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന് ഉത്തർപ്രദേശ് രാഷ്ട്രീയവുമായി ബന്ധമുണ്ട്. ഇതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. വർഗീയതയും കൊള്ളയും ഒന്നാണ്. പറഞ്ഞു തരാം എങ്ങനെയാണിത് സാധ്യമാവുക. വർഗീയതയല്ല. കഴിഞ്ഞ മഹാറാലിയിൽ കോഴിക്കോട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം സ്മൃതി എൻഡോഴ്സ് ചെയ്യില്ല, എനിക്കറിയാം. കാര്യം സ്മൃതിയുടെ ഉള്ളിൽ ഒരു മതേതര ഹൃദയമുണ്ട്. എന്താ പറഞ്ഞ വാചകം? അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എങ്ങനെ ജനത്തെ അംഗീകരിക്കും? പറഞ്ഞത് രാഹുൽ ഗാന്ധി. സ്മൃതി അംഗീകരിക്കും ഒരു മതേതര മനസ്സോടുകൂടി ഈ വാചകത്തെ? അംഗീകരിക്കില്ലല്ലോ. കേരളത്തിലുള്ള മതേതര മനസ്സ് അംഗീകരിക്കുമോ? അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എങ്ങനെ ജനത്തെ അംഗീകരിക്കും? സ്മൃതി അംഗീകരിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. കാര്യം സ്മൃതിയുടെ മനസ്സിലൊരു മതേതര മനസ്സുണ്ട്. അങ്ങ് ഈ ട്രിക്കി വർത്താനം സ്മൃതി പറഞ്ഞോ സ്മൃതി അംഗീകരിക്കുന്നു പറഞ്ഞോ, എനിക്ക് വിയോജിപ്പില്ല. അല്ല, ഒന്നാമത്തെ കാര്യം ശബരിമല അങ്ങീ പറയുന്ന ഉത്തർപ്രദേശ് എന്ന് ആവർത്തിച്ച് പറയുന്ന നിങ്ങൾക്ക് എന്ന് ഞാൻ പറയുന്നത് അങ്ങിപ്പോൾ ആ വാദം പറഞ്ഞുകൊണ്ടാണ്. ഈ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഈ പറയുന്ന യോഗി ആദിത്യനാഥിന് ക്ഷണക്കത്ത് കൊടുക്കാൻ എന്നിട്ട് ഘട്ടത്തിൽ ഉടനെ അദ്ദേഹത്തിന്റെ കത്തെടുത്ത് അവിടെ വായിക്കുന്നു. അതെന്തായിരുന്നു? അത് വിശ്വാസം വോട്ടാക്കാനുള്ള പരിപാടി ആയിരുന്നില്ലേ? അല്ലേ? ഇപ്പോൾ യുവതി പ്രവേശം വിട്ട് തിരിച്ചു യൂട്ടേൺ അടിച്ചത് എന്തിനാണ്? വോട്ട് പിടിക്കാനായിരുന്നില്ലേ? നിങ്ങൾക്കാകാം അവിടെ നിന്ന് കൊള്ള പറയാൻ പാടില്ല. അല്ല, പാളികൾ കട്ടതും സ്വർണ്ണപ്പാളി കട്ടതും ഈ പറഞ്ഞ നെയ്യ് കട്ടതും എല്ലാം കൂടി ഒരേ തുലാസിൽ വെച്ചിട്ട് അളക്കല്ലേ. സ്വർണ്ണമാണെങ്കിലും നെയ്യാണെങ്കിലും കൊപ്രയാണെങ്കിലും തേങ്ങയാണെങ്കിലും അയ്യപ്പനെ സംബന്ധിച്ച് സ്വർണ്ണത്തിന് പവന് വില കൂടുതലൊന്നുമില്ല. അയ്യപ്പന്റെ കയ്യിൽ ഉരുക്കി ഒഴിക്കുന്ന നെയ്യിനും അയ്യപ്പന് കാണിക്കയെ സമർപ്പിക്കുന്ന അയ്യപ്പന് സ്വർണ്ണപ്പണമൊന്നും ഇല്ലെന്നേ. അയ്യപ്പന് നെയ്യ് കട്ടാലും സ്വർണ്ണം കട്ടാലും കൊപ്ര കട്ടാലും കട്ടവരാണ്. അത് കട്ടവർ ഇരുഭാഗത്തും പറയാൻ നമുക്ക് പറ്റണം. ഇരുഭാഗത്തും ഉണ്ടെന്നും ദേവസ്വം ബോർഡ് കാലാകാലങ്ങളായി ശബരിമലയിൽ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നു പറയാനും പറ്റണം. വിശ്വാസികളുടെ കാര്യം അല്ലല്ല. അപ്പൊ സ്മൃതി ഈ പറഞ്ഞതിനകത്തോട് അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എങ്ങനെ ജനത്തെ അംഗീകരിക്കും എന്ന വാചകത്തെ സ്മൃതി അംഗീകരിക്കുന്നില്ലല്ലോ. ഇല്ലല്ലോ. അത്രേ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് സ്മൃതിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സ്മൃതിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഭൂരിപക്ഷം ആൾക്കാർക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം കേരളത്തിലെ അങ്ങ് കുറച്ച് ജില്ലകളുടെ കാര്യം പറഞ്ഞല്ലോ. അല്ലല്ല, അത് നമുക്ക് ചർച്ചയുടെ 2ാമത്തെ ഘട്ടത്തിൽ എടുക്കാം. അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എങ്ങനെ ജനത്തെ അംഗീകരിക്കും എന്ന വാചകം സ്മൃതിക്കും കേരളത്തിലെ മതേതര മനസ്സുള്ള മനുഷ്യർക്കും കോൺഗ്രസുകാർക്കും അംഗീകരിക്കാൻ പറ്റില്ല. ശബരിമല ഒരു മതേതര സംവിധാനമാണല്ലോ. അതുകൊണ്ടാണ് അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എന്ന് പറയുന്നത്. അയ്യപ്പനെ ബഹുമാനിക്കണോ? കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു നേതാവിന് വിജയിക്കാൻ അപമാനിക്കരുത്. അപ്പൊ അതാണോ പറഞ്ഞതിന്റെ അർത്ഥം? അങ്ങനെയാണോ പറഞ്ഞത്? അപമാനിച്ചവർ എന്നാണോ പറഞ്ഞത്? അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എങ്ങനെ ജനത്തെ അംഗീകരിക്കും? വെറുതെ പറഞ്ഞല്ലോ, കോണ്ടെക്സ്റ്റ് ഉണ്ടല്ലോ. കേരളത്തിലൊരു രാഷ്ട്രീയ കേരളത്തിലൊരു സ്ഥാനാർത്ഥിക്ക് വിജയിക്കണമെങ്കിൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് സംസാരിക്കൂ. സ്വർണ്ണക്കൊള്ളയാണ് കോണ്ടെക്സ്റ്റ്. ആയിക്കോട്ടെ. ഏത് കോണ്ടെക്സ്റ്റ് ആണെങ്കിലും കേരളത്തിലൊരു സ്ഥാനാർത്ഥിക്ക്, ഒരു മതേതര സ്ഥാനാർത്ഥിക്ക് കേരളത്തിൽ ജയിച്ചു വരണമെങ്കിൽ അയ്യപ്പനെ ബഹുമാനിക്കാത്തവർ എങ്ങനെ ജനത്തെ അംഗീകരിക്കുമെന്ന വാദം മതേതരമാണ് എന്ന് സ്മൃതി പറയില്ല എന്ന് എനിക്കറിയാം. ഒരിക്കൽ കൂടി ഞാനത് പറയുക, അല്ലെങ്കിൽ സ്മൃതി നിഷേധിച്ചോ? അപ്പോൾ കേരളത്തിലെ സ്മൃതിക്കും പറ്റില്ല, കേരളത്തിലെ കോൺഗ്രസിലെ ഭൂരിപക്ഷം മനസ്സുള്ളവർക്കും പറഞ്ഞു. ഇനി ഇതെന്താ ഉത്തർപ്രദേശുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം, അപകടകരമായ ഒരു രാഷ്ട്രീയമാണെന്ന് പറയാനുള്ള കാരണം, 1986
ഉത്തർപ്രദേശിൽ ഈ ബാബറി മസ്ജിദിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നത് അതാരാണെന്ന് ഞാൻ സ്മൃതി എടുത്ത് പറയേണ്ട കാര്യമില്ല. തർക്കമുള്ള കാര്യമല്ല, അതാണ് പ്രശ്നം. തർക്കമില്ലാത്ത കാര്യം ജനങ്ങൾ അറിയണം. അപ്പോൾ 1986 ഫെബ്രുവരി മാസത്തിൽ ഈ വാതിൽ തുറന്നു കൊടുക്കുമ്പോൾ അന്ന് വലിയൊരു ക്യാമ്പയിൻ ഉണ്ട്. എന്താ ക്യാമ്പയിൻ? തലാ ഖുൽവാദോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ. ആരാ താലാ ഖുൽവാദോ എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നതെന്ന് അറിയാമോ? അരുൺ നെഹ്റുവാ കൊടുക്കുന്നത്. ആർക്കാ നിർദ്ദേശം കൊടുക്കുന്നത്? രാഹുൽ ഗാന്ധിക്കാ കൊടുക്കുന്നത്. എന്താ നിർദ്ദേശം? നമുക്ക് അധികാരത്തിൽ രാജീവ് ഗാന്ധിക്കാ കൊടുക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 1986 ഷഹബാനു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സുപ്രീം കോടതി വിധി, ആ സുപ്രീം കോടതി വിധി വരുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തുന്നു. അതിനെ ആരിഫ് മുഹമ്മദ് ഖാൻ എതിർക്കുന്നു. ആ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വിധി മറികടന്നുകൊണ്ട് ഷാമാനു ജഡ്ജ്മെന്റിനെ റദ്ദ് ചെയ്തുകൊണ്ട് നിയമനിർമ്മാണം നടത്തുന്ന രാജീവ് ഗാന്ധിക്ക് ജനപിന്തുണ കുറയുന്നു. ആ ജനപിന്തുണ കുറയുമ്പോൾ അത് അസ്വസ്ഥരാക്കുന്നു, കോൺഗ്രസിന്റെ അണികളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കൊണ്ട് അത് തിരിച്ചു പിടിക്കണമെങ്കിൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗങ്ങളെ പ്രീണിപ്പിച്ചതുകൊണ്ട് ഹൈന്ദവ വിഭാഗം മാറിപ്പോകുന്ന സാഹചര്യത്തിൽ VHP അവിടെ രഥയാത്ര പോലും നടത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കാലങ്ങളായുള്ള അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. എന്താ ആഗ്രഹം? 1949 രാംലല്ലയുടെ വിഗ്രഹം കൊണ്ട് വെച്ചതോടുകൂടി അതിനി സംഘർഷഭൂമി ആവരുതെന്ന് കരുതി അടച്ചിട്ട 2 OP എന്നീ 2 ഗേറ്റുകൾ അത് തുറന്നു കൊടുക്കണമെന്ന് അരുൺ നെഹ്റുവിന്റെ ഉപദേശം വരുന്നു. ആ ഉപദേശം അംഗീകരിക്കരുതെന്ന് ഭൂരിപക്ഷം മതേതരവാദികളും പറയുന്നു. പക്ഷേ രാജീവ് ഗാന്ധി എന്ത് ചെയ്യുന്നു? 1985 ഉത്തരവിടുന്നു. 1986 ഫെബ്രുവരി മാസത്തിൽ ഈ ബാബറി മസ്ജിദിന്റെ 2 വാതിലുകളും തുറന്നു കൊടുക്കുന്നു. അവിടെയാണ് ബാബറി മസ്ജിദിന്റെ പതനം ആരംഭിക്കുന്നത്. ആ തീരുമാനത്തിലാണ്. ആ തീരുമാനം അന്ന് എന്തുകൊണ്ടെടുത്തു? അതിനുശേഷം പിന്നീട് 1987 രാമായണവും മഹാഭാരതവും 2 സീരിയലുകൾ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു. ആര്? ഇതേ രാജീവ് ഗാന്ധി. ആ അനുമതിയോടുകൂടി അതിലെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുപ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആര്? ഇതേ രാജീവ് ഗാന്ധി. അരുൺ ഗോവിലിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുന്നു രാമൻ എന്ന കഥാപാത്രത്തിൽ. എന്താ പ്രശ്നം? വിശ്വാസത്തെ വോട്ടാക്കി മാറ്റാനുള്ള ഉത്തർപ്രദേശിലെ ആദ്യത്തെ ശ്രമം തുടങ്ങുന്നത് കോൺഗ്രസ് ആണ്. ഇത് തിരിച്ചറിഞ്ഞാണ് കഥാപാത്രത്തെയല്ല ഒറിജിനൽ രാമനെ കൊണ്ടുവന്ന രഥയാത്ര നടത്തിയ അദ്വാനി ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പുതിയ അധ്യായം തുറക്കുന്നത്. വഴി തുറന്നുകൊടുത്തത്, ഗേറ്റ് തുറന്നുകൊടുത്തത് രാജീവ് ഗാന്ധിയാണ് എന്ന കാര്യത്തിൽ എനിക്കോ സ്മൃതിക്കോ ഇത് കാണുന്ന പ്രേക്ഷകർക്കോ സംശയമില്ലെങ്കിൽ ഇന്ന് ഇല്ല. പക്ഷേ ചോദിക്കുമ്പോൾ ഉടനെ നിങ്ങൾക്ക് ശരിയല്ല. ഇറ്റ്സ് നോട്ട് ഫെയർ. ഞാൻ എന്റെ വാദം പൂർത്തിയാക്കിയതിനു ശേഷം സ്മൃതിക്ക് അവസരം തരാം. സ്മൃതിക്ക് ധാരാളം അവസരം തരാം. സ്മൃതിയുടെ എല്ലാ എന്നെ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചോദ്യമല്ല, സ്മൃതിക്ക് തർക്കമില്ലല്ലോ. ഞാൻ ഇത്രയും ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ സംശയമില്ലെങ്കിൽ പൊളിറ്റിക്സ് ആഫ്റ്റർ ടെലിവിഷൻ എന്ന അരവിന്ദ് രാജഗോപാലിന്റെ പുസ്തകത്തിൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. എന്താണ് രാഷ്ട്രീയം ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്ട്. ഇനി ഇതേ രാഷ്ട്രീയമാണ് കേരളത്തിൽ പയറ്റാൻ പോകുന്നത്. അവിടെ രാമനെ ഉപയോഗിച്ച് ആദ്യം കോൺഗ്രസും പിന്നീട് BJPയും ചെയ്തത് ഇവിടെ അയ്യപ്പനെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് അതിനുള്ള ഒരു 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 ടൂളാക്കി മാറ്റുകയാണ്. എനിക്ക് ഖേദമുണ്ട്. സ്വർണ്ണക്കൊള്ളയല്ലല്ലോ വിഷയം. ഉണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം. അപ്പം ഇത് UP മോഡൽ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ പയറ്റുന്നത്. എനിക്കിതിനകത്ത് നോക്കൂ, ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയാം സ്മൃതി. UP മോഡൽ രാഷ്ട്രീയമാണ് എന്നുള്ളത് ഇത് മീഡിയ വണ്ണ് 2024 ജനുവരി മാസത്തിൽ പബ്ലിഷ് ചെയ്തൊരു വാർത്തയുടെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ പാർട്ടി നടത്തിയ ശ്രമങ്ങളെ എണ്ണിപ്പറഞ്ഞ് കർണാടക കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കർണാടക എന്ന ഫേസ്ബുക്ക് പേജിലാണ് രാമക്ഷേത്രം ഉയരാൻ പാർട്ടി നടത്തിയ പ്രവർത്തനങ്ങൾ എണ്ണിപ്പറയുന്നത്. ഇത് കേരളം കേൾക്കണം. ഇത് നമ്മൾ അടക്കം ചർച്ച ചെയ്ത വിഷയമാണ്. മത്സരിക്കുകയായിരുന്നു രാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ BJPക്കൊപ്പം കോൺഗ്രസ്. അവിടേക്ക് ശിലാന്യാസം നടത്താൻ വിളിക്കാഞ്ഞതിലുള്ള പരിഭവം പറഞ്ഞ മനുഷ്യരുണ്ട്. അവിടേക്ക് വെള്ളിക്കട്ടകളുമായിട്ട് ഞങ്ങളുടെ പ്രവർത്തകരെ അയച്ചു എന്ന് അഭിമാനം പൂണ്ടവരുണ്ട്. മതേതര കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ളവർ എന്നിട്ട് പറയുന്നു അയോധ്യയിൽ രാമനെ ആരാധിക്കാൻ ആദ്യമായി അവസരമൊരുക്കിയത് രാജീവ് ഗാന്ധിയാണ്. 1986 കാലഘട്ടത്തിലാണ്. അതേ രാജീവ് ഗാന്ധിയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന് രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടാൻ അനുമതി നൽകിയതെന്നും അന്ന് രാജീവ് ഗാന്ധി ആദ്യ ചുവട് വെച്ചില്ലായിരുന്നെങ്കിൽ BJP ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുമായിരുന്നില്ലെന്നും കർണാടക കോൺഗ്രസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ 2024 ഒരു വാർത്തയിട്ട് മീഡിയ വൺ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? BJPക്ക് വഴിവിട്ടിക്കൊടുത്ത പരിപാടി അവിടെ ഉത്തർപ്രദേശിൽ ചെയ്തെങ്കിൽ ഇന്ന് കേരളത്തിലും അതേ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഇവിടെ ഹിന്ദുത്വം പറയാൻ രണ്ടാമത്തെ പ്രധാന അതാണ് ദുർബലമാകുമ്പോൾ മതേതരത്വമാണോ പണയം വെക്കേണ്ടത്?
ദുർബലമാകുമ്പോൾ മതേതരത്വമാണോ പണയം വെക്കേണ്ടത്? ഇത് മതേതരത്വമാണോ? ഇത് മതേതരമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള പറയുന്നത്. ഞാൻ ഈ വായിച്ചത് ശബരിമല സ്വർണ്ണക്കൊള്ള പറയുന്നത്. നിങ്ങൾ നമ്മുടെ വിഷയം സ്വർണ്ണക്കൊള്ളയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ചോദ്യം സുനിൽ, ഞാനൊന്ന് പൂർത്തിയാക്കിയിട്ടായാലോ. രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയാണല്ലോ പിൻ പോയിന്റ് ചെയ്ത് പറയുന്നത് സ്മൃതി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. എന്തായിരുന്നു? കടകംപള്ളി സുരേന്ദ്രൻ അറിയാം ഏത് കോടീശ്വരനാണ് ഈ സ്വർണം വിറ്റതെന്ന്. 12 തവണ, ഏറ്റവും ഒടുവിൽ 12 തവണ ഈ കേസ് വിചാരണ കോടതിയിൽ വിചാരണയ്ക്ക് വന്നു. 12ാമത്തെ തവണ ചോദ്യം ചെയ്തിരുന്നോ? ചോദ്യം ചെയ്തിരുന്നില്ല. ആര് ചോദ്യം ചെയ്തു? കോടതിയോ? കോടതിയിൽ കേൾക്കൂ, എന്താണ് പ്രതിപക്ഷ നേതാവ് കൊടുത്ത തെളിവെന്നറിയാമോ? കേൾക്കൂ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കാര്യം, കോടതിയിൽ 12 തവണയായി പ്രതിപക്ഷ നേതാവിനോട് ചോദ്യം ചോദിച്ചിട്ട് ഒരു തെളിവും ഈ നിമിഷം വരെയും പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടില്ല. ഒരു തെളിവും കൊടുത്തിട്ടില്ല. അവസാന നിമിഷം എന്താ പറയുക, എനിക്ക് വേറെ കേസുണ്ടെന്ന് പറഞ്ഞ് ഈ പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് കൊടുത്ത വി ഡി സതീശൻ അഭിഭാഷകൻ അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത്. അടുത്ത കേസിലേക്ക് മാറ്റിവെച്ചു. 12 തവണ ഈ കേസ് മാറ്റിവെച്ചു. ഇതുവരെ തെളിവിന്റെ ഒരു കണിക കൊടുത്തിട്ടില്ല. ഇതൊന്ന്, എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക. ഇനി രണ്ടാമത്തത്, SITയുടെ കണ്ടെത്തലിനെ കുറിച്ച് ഹൈക്കോടതി പറഞ്ഞതിനും അപ്പുറത്തേക്ക് വിധിക്കാൻ നമ്മൾ ആരുമില്ലല്ലോ. SITയുടെ നിലവിലുള്ള നടപടിക്രമങ്ങളിൽ ഹൈക്കോടതി പൂർണ്ണ തൃപ്തിയല്ലേ ഈ നിമിഷവും പ്രകടിപ്പിച്ചിരിക്കുന്നത് സ്മൃതി? ഹൈക്കോടതി ഏതെങ്കിലും ഒരു കേസിൽ ഇതിലേതെങ്കിലും ഒരു പ്രതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ SIT നടത്തിയ അന്വേഷണം മോശമാണെന്നോ SIT ആണെന്നോ ഇപ്പോൾ ഈ നിമിഷം പറയുന്നുണ്ടോ? ആകെ ഒരേ ഒരു റഫറൻസ് മാത്രം. അതിനുശേഷം SIT നടത്തിയ നീക്കങ്ങളെ പൂർണ്ണമായിട്ടും ശ്ലാഘിച്ചു ഹൈക്കോടതി. ആ SITക്ക് മേൽ സർക്കാരിന് ഒരു ഉത്തരവാദിത്വവുമില്ല. ആ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല SIT പോകുന്നത്. ആ 2 നേതാക്കളുടെ കാര്യത്തിലും SITയുടെ കണ്ടെത്തൽ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഇതുവരെ കുറ്റപത്രത്തിൽ ഇതുവരെ ആയിട്ടില്ല. കുറ്റപത്രം കുറ്റപത്രമായിട്ടില്ല. വൈകുന്നത് SIT ആണ്. ഹൈക്കോടതിയോട് ചോദിക്കണം. താങ്കൾ ഹൈക്കോടതി വിമർശിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ താങ്കൾക്ക് സ്വന്തം റിസ്കിൽ ചെയ്യാം. ഹൈക്കോടതിക്ക് അയ്യപ്പനെ വിശ്വാസമില്ലാതെ താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത്, അപ്പോ ഈ SIT പൂർണ്ണമായിട്ടും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിൽ ഇതുവരെയും ഇവരുമായി ബന്ധപ്പെട്ടൊരു സാമ്പത്തിക ഇടപാട് പുറത്തു വന്നിട്ടില്ല. ഒരു നിമിഷം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറും തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാടും ഈ നിമിഷവും ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന്മേലില്ല. പകരം എന്താ വന്നിരിക്കുന്നത്? ഉത്തരവാദിത്വപ്പെട്ടവരെന്ന നിലയിൽ, ദേവസ്വം ബോർഡിന്റെ അധികാരികൾ എന്ന നിലയിൽ സംഭവിച്ച മേൽനോട്ട വീഴ്ച, സൂപ്പർവിഷൻ ലാബ്സ് ആണ് ഇപ്പോഴും ഇവരുടെ പേരിൽ ക്രിമിനൽ ഒഫൻസ് ആയി കിടക്കുന്നത്. അതാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ സൂപ്പർവിഷൻ. അതിനും അപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു തെളിവ് ഈ ചർച്ചയിൽ സ്മൃതിക്ക് വെക്കാറുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം. ദിവസം കടന്നിട്ട് സ്വാഭാവിക ജാമ്യത്തിലാണ് നിങ്ങളുടെ 2 നേതാക്കളും പുറത്തേക്ക് ഇറങ്ങിയത് എന്നത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് സ്മൃതി. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് കൂടി പറയാം. ഇതിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്ന പണിയുണ്ടല്ലോ. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഇതാരോ പണ്ട് അരുൺ നെഹ്റു എങ്ങനെയാണോ രാജീവ് ഗാന്ധിയെ തെറ്റിദ്ധരിപ്പിച്ചത്, സമാനമായ രീതിയിൽ ഈ രാഹുൽ ഈ പാട്ടുകൂടി എഴുതി കൊടുത്തുവിട്ടേക്ക്. എന്ത് അതിക്രമമാണ് ഈ രാഹുൽ ഗാന്ധിയോട് കാണിച്ചതെന്ന്. ആ പാട്ട് പാടുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ പാട്ട് പാടുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താണെന്നറിയാമോ? ആരാണ് കേറ്റിയതെന്നാ ചോദിച്ചിരിക്കുന്നത്. സ്വന്തം സംഘടനയുടെ AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അന്ന് ആരാണ്? ദേവസ്വം വകുപ്പിന്റെ മന്ത്രി. അതിനുശേഷം വരുന്ന രണ്ടാമത്തെ G രാമൻ നായർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആദ്യമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന 1ാമത്തെ പ്രതിയുടെ കാൽപ്പാടുകൾ ശബരിമലയിൽ പതിയുന്ന കാലം. അപ്പോൾ സ്വർണം കട്ടവനെ കയറ്റിയത് ആരപ്പ എന്ന് ചോദിച്ചാൽ അത് സ്വന്തം സംഘടനയിലേക്ക് തന്നെ വിരൽച്ചുകൊണ്ടുവെന്നറിയാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് വേണ്ടേ? ഒരു വലിയ പ്രചരണത്തിന് വേണ്ടി ആളുകളുടെ കൈയിട്ടാൻ വേണ്ടിയിട്ട് പാവം രാഹുൽ ഗാന്ധിയെ കരുവാക്കുന്നത് ശരിയാണോ? മാത്രമല്ല വളരെ പെട്ടെന്ന് അതിനുള്ള മറുപടി വരില്ലേ? ആരാണ് കയറ്റിയത് എന്ന ചോദ്യത്തിന് ഈ സ്വർണം വാങ്ങിയവനും സ്വർണം കട്ടവനും ഒരേ ഒരാളുടെ വീട്ടിലേ പോയിട്ടുള്ളൂ. ഒരേ ഒരാൾക്കേ സമ്മാനം കൊടുത്തിട്ടുള്ളൂ. ഞാൻ ഈ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ സ്മൃതിക്ക് ഖണ്ഡിക്കാമെങ്കിൽ ഖണ്ഡിച്ചോളൂ. സ്വർണം വിറ്റവനും സ്വർണം കട്ടവനും ആ കട്ട സ്വർണം വാങ്ങിയവനും ഒരേ ഒരാളുടെ വീട്ടിൽ മാത്രമേ പോയിട്ടുമുള്ളൂ. ആ വീട്ടിൽ പോയതിനു ശേഷം അയാൾ മാത്രമേ അവിടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇനി തിരിച്ച് സ്വർണം കട്ടവന്റെ വീട്ടിലോ, കേൾക്കൂ, സ്വർണം കട്ടവന്റെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രനും പോയിട്ടുണ്ട്, അടൂർ പ്രകാശും പോയിട്ടുണ്ട്. ഇതാണ് വാസ്തവം. ഇതല്ലേ വാസ്തവം? ഇനി ഒരു കാര്യം കൂടി, ലാസ്റ്റ് പോയിന്റ്.
സോണിയാഗാന്ധിയുടെ വീട്ടിൽ സോണിയാഗാന്ധി പോയത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് കൊണ്ട് എന്താ കുഴപ്പം എന്താ ചോദിക്കുന്നത്? അങ്ങനൊരു കുഴപ്പം ഉണ്ട് എന്ന് ഞാൻ പറയുക. കാരണം എന്താണെന്നറിയുമോ? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു വലിയ തട്ടിപ്പുകാരനാണ് എന്ന് കണ്ടെത്തുമ്പോൾ അയാളുടെ ചരിത്രം അറിയാതെ അയാളെ അവിടെ കൊണ്ടെത്തിച്ചത് ആരെന്നുള്ളതാണ് ചോദ്യം. സോണിയാഗാന്ധി അല്ല നമ്മൾ ആരും ചോദിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പാട്ട് തീരുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം ഇത്. രാഹുൽ ഗാന്ധിയുടെ പാട്ട് രാഹുൽ ഗാന്ധിയുടെ പാട്ട് ഇതാണ്. രാഹുൽ ഗാന്ധി എന്താ പറയുന്നത്? സ്വർണം കട്ടത് ആരപ്പ. സ്വാഭാവികമായ ആളുകൾ ചോദിക്കും അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടുത്തെ ജനത്തോടാണ്. ജനത്തെ നോക്കിയിട്ടാണ് പറഞ്ഞത് പോയി ചോദിച്ചാൽ മതി എന്ന്. അതെടുത്ത് അത് വീണ്ടും ഓർമ്മിപ്പിക്കുക. ആളുകളോടാണല്ലോ മുഖ്യമന്ത്രി. അപ്പൊ സ്മൃതിക്ക് അറിയാമെങ്കിൽ സ്മൃതി പറയൂ. ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കെട്ടിക്കൊടുത്തത് എന്തായിരിക്കും? ഒരു മിനിറ്റ്. ഈ പറഞ്ഞ വില കുറഞ്ഞ ആരോപണങ്ങൾ ഞാൻ ആൻസർ പറയട്ടെ. ശബരിമലയിലെ കയ്യിൽ കെട്ടിക്കൊടുത്തത് എന്താണെന്ന് രാഹുൽ ഗാന്ധി പറയിപ്പിച്ച സംസ്ഥാന ഉത്തരവാദികൾ കേൾക്കാൻ താല്പര്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കൊക്കെ എത്രയോ കാലം മുമ്പാണ് പോറ്റി അവിടെ പോയിട്ടുള്ളത്. പോറ്റിയെ ഇവിടെ നിന്ന് കോൺഗ്രസ് നേതാക്കളായിരിക്കാം കൊണ്ടുപോയിട്ടുണ്ടാകുക, ഉറപ്പാണ്. അന്ന് പോറ്റി എങ്ങനെയാണ് ശബരിമലയിൽ പ്രധാനിയായതെന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എല്ലാവരുമായി ബന്ധം വയ്ക്കുന്നു, എല്ലാവരെയും ആളായി അഭിനയിക്കുന്നു, എല്ലാവർക്കും വേണ്ടി അവിടെ ദർശനത്തിന് സഹായം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം അവിടെ ഒരു പണമുള്ള ആളായി അവിടെ എത്തുകയാണ്, സ്പോൺസറായി എത്തുകയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഘട്ടങ്ങൾ. ആ ഒരു ഘട്ടത്തിലാണ് അവിടേക്ക് വന്നിട്ടുള്ളത്. പൂർത്തിയാക്കട്ടെ. ആ സമയത്തൊന്നും സ്വർണ്ണക്കൊള്ള എന്ന കേസ് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ സമയത്ത് സോണിയാഗാന്ധിയെ കണ്ടിട്ടുണ്ട്. കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തത് അവിടുത്തെ പ്രധാനപ്പെട്ട പൂജാരിയാണ് എന്ന് പറഞ്ഞു പോയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാളാകുമ്പോൾ ആ ചരട് കെട്ടിക്കൊടുക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരു നേതാവാണ്, വിശ്വാസമുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും ആ വിശ്വാസത്തിന്റെ ഭാഗമായി ചരട് കെട്ടിക്കൊടുക്കുന്നതിന് ഒരു കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് സ്വർണ്ണമാണ്. പറഞ്ഞ പോലെ സോണിയാഗാന്ധിയുടെ കയ്യിൽ ചരട് കെട്ടിക്കൊടുത്തു. അതിൽ ആർക്കും വിരോധമില്ല. സോണിയാഗാന്ധിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കക്കുന്നതിന് മുമ്പാണ് പോയത്. അതാണ് സ്മൃതി പറഞ്ഞത്. ശരിയാണല്ലോ. ചരട് കെട്ടിയതിന് മുമ്പ് സ്വർണം കട്ട ശേഷം സ്വർണം മുഖ്യമന്ത്രിയുമായിട്ടുള്ള പരിപാടി ഇന്റലിജൻസിനും അറിയില്ല. ഏത് പരിപാടി? ആംബുലൻസ് കൊടുക്കുന്ന പരിപാടി. ആംബുലൻസ് കൊടുക്കുന്ന ആർക്ക് കൊടുത്ത പരിപാടി? സർക്കാരിന് കൊടുത്ത പരിപാടി, ദേവസ്വം ബോർഡിന് കൊടുത്തത്. എന്തെങ്കിലും ആയിക്കോട്ടെ. അല്ലല്ല, സോണിയാഗാന്ധിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതും ദേവസ്വം ബോർഡിന് ആംബുലൻസ് കൊടുക്കുന്നത് പോലാണ്. അല്ല, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഇയാൾ പ്രതി അറസ്റ്റിലാകുന്നതിന് തൊട്ട് മുമ്പുള്ള സംഭവമാണേ. സ്മൃതി പറഞ്ഞതിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് വളരെ വിനീതമായ ഒരു ചോദ്യം ഈ ഘട്ടത്തിൽ എല്ലാ സമയം അങ്ങയുടെ ഒച്ച ഉപയോഗിച്ച് അങ്ങയുടെ ശക്തി ഉപയോഗിച്ച് അല്ല ഒറ്റ മിനിറ്റ് അങ്ങ് കുറെ മുമ്പ് ഉന്നയിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അടുത്ത് സ്വർണം കക്കുന്നതിന് മുമ്പ് വന്ന് ചരട് കെട്ടിക്കൊടുത്തു എന്നുള്ളതാണ് സ്മൃതിയുടെ വാദം. ഞാനത് അംഗീകരിക്കുന്നു, പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്നു. ഇത് സ്വർണം കട്ടിട്ട് കൊണ്ടുവന്ന സ്വർണ്ണം മുതലല്ല. പക്ഷേ ഗോവർദ്ധൻ പോറ്റി എന്തിനാ അവിടെ പോയി? ഗോവർദ്ധനും ഇതൊക്കെ ഇയാൾ കൂടെ കൊണ്ടുപോയതല്ലേ? എങ്ങനെ അറിയാനാണ്? ഗോവർദ്ധൻ ഈ കേസിലല്ലേ വന്നത്? ചോദ്യമാണ് കള്ളന്മാരാണെന്ന് അന്നറിയോ? ആയിക്കോട്ടെ, അപ്പൊ ഒറ്റ കാര്യമുള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി പോയത് ശബരിമലയിലെ പൂജാരിയാണെന്ന് അറിയില്ല. ശബരിമലയിലെ പ്രധാനി, അദ്ദേഹത്തിന്റെ കൂടെയില്ല, അദ്ദേഹത്തിന്റെ സുഹൃത്ത് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും. ശരി, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ പൂജാരിയാണ്, മുതിർന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കുമല്ലോ. ഈ ഗോവർദ്ധൻ പോയത് എങ്ങനെയായിരിക്കും?
എനിക്ക് മനസ്സിലാവുന്നില്ല, ഇവരൊക്കെ ഒന്നിച്ചല്ലേ പോയേ? അത് ഗോവർദ്ധന എന്തിനാ അവിടെ അതാ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളെന്ന് പറഞ്ഞു കയറിയതായിരിക്കാം. നമുക്ക് എങ്ങനെ അറിയാം? ഓരോരുത്തരുടെയും കേസും അറിയില്ലേ? ഇല്ല, അപ്പൊ കേസില്ലെന്നേ, അപ്പൊ സ്വർണ്ണക്കൊള്ള കേസില്ല, അറിയില്ല. പക്ഷേ ബിസിനസ് എന്താണെന്ന് അറിയാം. ഇതിൽ സ്വർണം മോട്ടിച്ചാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ആ സ്വർണം വാങ്ങിയാൽ ഗോവർദ്ധനുമാണ്. ഇവർ രണ്ടുപേരും സോണിയാഗാന്ധി എത്രത്തോളം വെളുപ്പിച്ചാലും പുറത്തിറങ്ങിയതെന്നാണ് കേസ്. നമ്മൾ കേസാണ് ചർച്ച ചെയ്യുന്നത് സാർ. ഒരു മിനിറ്റ് അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ഈ ശബരിമല വേറെ എവിടെ AC ഇല്ലാന്ന്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിൽ LDF 15 UDF 13 കേട്ടോ. മുമ്പുണ്ടായത് LDF 15 UDF 13. UDF 13 ആദ്യം കിട്ടായിട്ടില്ല. നേട്ടമുണ്ടാക്കി. കേൾക്ക്, കൊല്ലം കോർപ്പറേഷൻ പിടിച്ചു. കേൾക്കൂ, ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട UDF നേടി. കേൾക്കൂ, തിരുവനന്തപുരത്തെ 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 6 എണ്ണം UDFന് കിട്ടി. നേരത്തെയുള്ള കൊല്ലത്ത് LDFന്റെ 33 പഞ്ചായത്തും UDFന്റെ 32, വ്യത്യാസം ഒരു പഞ്ചായത്ത് മാത്രം കേട്ടോ. കൊല്ലം കോർപ്പറേഷൻ, അങ്ങ് നേരത്തെ കൊല്ലം കോർപ്പറേഷൻ പറഞ്ഞല്ലോ. ഇനി ഈ മതേതരത്വം പറഞ്ഞ ശബരിമലയെയും ഈ പറയുന്ന അയ്യപ്പനെയും അപമാനിക്കാമോ എന്ന് ചോദിച്ചാൽ 2018 M സ്വരാജ് നടത്തിയ പ്രസംഗത്തിൽ മാളികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് കേരളത്തിൽ പ്രളയമായി നദികളിലൂടെ ഒഴുകിയതെന്നും അയ്യപ്പന്റെ ബ്രഹ്മചര്യം അതോടെ അവസാനിച്ചു എന്നും പറഞ്ഞിരുന്നു. അത് വിശ്വാസികൾ എങ്ങനെ എടുത്തിട്ടുണ്ടാവും എന്ന ചോദ്യവുമുണ്ട് കേട്ടോ. ശരി, ഞാൻ നിർത്തുന്നു. വേറെ ആൾക്കാരുണ്ട്, നമ്മൾ രണ്ടുപേരും ചർച്ചയല്ലല്ലോ. പക്ഷേ എന്താണെന്നറിയില്ല, എന്റെ അഭിപ്രായത്തോട് ഒരുപാട് ചർച്ച ചെയ്യാൻ യോജിക്കുന്ന കാര്യം. ഇത് കേരളം അനാവശ്യമായി ഇന്നത്തെ ദിവസം അതാണ്. എന്തിനാണ് ഈ പാട്ട് നിങ്ങൾക്ക് ഭയങ്കര സോണിയാഗാന്ധിയുടെ ചിത്രം എടുത്ത് ഇവിടെ പ്രചരണത്തിന് വേണ്ടിയുള്ള ഇടം കൊടുക്കണം. ഇത് തീർന്നില്ല. അവിടെയും തീർന്നില്ല. സർക്കാർ എന്താ പറയുന്നത്? അതിദരിദ്രരായ മനുഷ്യരെ പട്ടിണിയിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് പറയും. കോൺഗ്രസ് എന്താ പറയുക? സ്വർണം കട്ടതാരപ്പ എന്ന പാട്ട് പാടും. ഇവിടെ എത്ര പേർക്ക് വീട് കൊടുത്തതിനെ കുറിച്ച് സർക്കാർ പറയും. അവിടെ സ്വർണം കട്ടതാരപ്പ എന്ന പാട്ട് പാടും. ഇവിടെ റോഡും വികസനവും പവർ കട്ടും ഇല്ലാത്തതിനെ കുറിച്ച് സർക്കാർ പറയും. സ്വർണം കട്ടതിനെ കുറിച്ച് കോൺഗ്രസ് പറയും. ഇവിടെ സാധാരണക്കാരായ മനുഷ്യർക്ക് തൊഴിൽ കൊടുത്തതിനെ കുറിച്ചും ആ അതിദരിദ്രരായ മനുഷ്യരെ കണ്ടെത്തിയവർക്ക് പെൻഷൻ കൊടുക്കുന്നതിനെ കുറിച്ചും സർക്കാർ പറയും. സ്വർണം കട്ടതാരപ്പ എന്ന പാട്ട് പാടും. ഇതാണ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ തന്നെ വേണം. അടിയാളർക്ക് തന്നില്ലേ, ഇങ്ങനെ കൈനീട്ടി വാങ്ങിയില്ലേ, അങ്ങനെ തന്നെ അവതരിപ്പിക്കണം കേട്ടോ. Meet the editors.